Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yes, good afternoon. Yes, good afternoon once again, all of you. How are you? I'm doing good. I'm doing good. Thank you. I'm fine, ma'am. Fine. All of you? Okay, fine? I mean, I'm asking you about your health, your classes, everything. Is everything okay? Reply, all going good. Happy to hear that. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും നന്നായിരിക്കുന്നു, കാര്യങ്ങളെല്ലാം ഉഷാറായി പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യമോ ആവശ്യമോ പറഞ്ഞ് വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എന്നാ ക്ലാസ് തുടങ്ങി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ കണ്ടു? നമ്മള് ജൂൺ 2 തുടങ്ങിയ ക്ലാസ്. അതെ, എവിടെ കണ്ടു? ഇൻട്രോഡക്ഷൻ ക്ലാസ്. ഇൻട്രോ ക്ലാസ്സിൽ മെയ് 30 നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇൻട്രോ ക്ലാസ്സിൽ കണ്ടിട്ട് മെയ് 30 കഴിഞ്ഞു. അല്ല, മെയ് 30 കണ്ടു, ജൂൺ 30 കഴിഞ്ഞു, ജൂലൈ 30 ആയിട്ടില്ല. ഓക്കെ, 2 മാസത്തിന് ഇനി ഒരു 1 വീക്ക് കൂടി ബാലൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം നമ്മൾ വിളിക്കാതിരുന്നത്. എന്തായാലും വിളിക്കാതെ വന്ന ഒരു അതിഥിയാണെന്ന് വിചാരിക്കുക. ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യാനായിട്ട് വന്നതാണ്. ഓക്കെ, എനി ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ എവറിത്തിങ് ഗോയിങ് ഗുഡ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്നു അല്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു തീർന്നോ? അതും കൂടിയൊക്കെ ഒന്ന് കൺഫേം ചെയ്യണം. ഒന്നാമത്തെ മൊഡ്യൂള് എല്ലാം എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ മൊഡ്യൂളോ? സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? പഠിക്കാനൊക്കെ എളുപ്പമുണ്ടോ? എളുപ്പമാണ്. ഓക്കെ ആണ്. ഓക്കെ, പഠിക്കുക. മീൻസ് അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു എന്താ പറയാ ട്രൈ ആവരുത്. നമ്മൾ എടുക്കുന്ന ഭാഗം ഒരു ദിവസം നമുക്കറിയാം രണ്ട് എന്താ പറയാ അവേഴ്സ് ക്ലാസ്. നമുക്ക് 2 ടീച്ചേഴ്സ് ആണ് വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. അപ്പൊ 2 പേരുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഓൾ ആവറേജ് അബൌട്ട് എന്താ പറയാ 6 പേജസ്. 2 പേരെ കൂട്ടി ഒരു 6 പേജൊക്കെ കാണാൻ കഴിയുള്ളൂ അല്ലെ? ആവറേജ് അത്ര എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ ശ്രമിച്ചാലും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു പോകുമ്പോൾ പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ഏകദേശം ഒരു 2-3 പേജസ് ആണ് ആവറേജ് ഒരു ടീച്ചർക്ക് എടുക്കാൻ പറ്റുക. ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് 2 ടീച്ചേഴ്സിന്റെ ഒരു 6 പേജസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മളുടെ ഇപ്പൊ നമ്മള് എന്താ പറയാ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു, അത് ഏത് ക്വസ്റ്റ്യനിൽ വന്നു, അതെവിടെയാണ് സെന്റൻസ്, ഇങ്ങനെ തപ്പി തിരക്ക് എന്താ പറയാ തപ്പിപ്പിടിച്ച് ആൻസർ കൊടുക്കാതെ നമ്മൾ വായിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് ഓരോ ടീച്ചേഴ്സും അവരുടെ 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ആ വായിച്ച പോർഷനിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടീച്ചേഴ്സ് തരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ? അങ്ങനെയല്ലേ? അതിനപ്പുറത്തേക്കല്ലല്ലോ തരിക. അവരെടുത്ത പോർഷനിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻസ് തരിക. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം വായിച്ച് 2-3 പ്രാവശ്യം നമ്മളുടെ പേജസ് വായിച്ചതിന് ശേഷം നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുക്കുക. എന്നിട്ട് അത് പിന്നെ നോക്കാതെ നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, ആ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് അത് നിങ്ങളെ എക്സാം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യും.
ഒരുപാട്. കാരണം മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്, പഠിക്കാൻ ഈസി ആക്കാനായിട്ട്. അറ്റ് ടൈം ഓഫ് എക്സാം ടൈമിൽ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രോബ്ലംസ്, നമ്മുടെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് കൺസിഡർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നിട്ട് വിളിക്കാതായപ്പോ വന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് പിന്നെ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പറയാം. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ടോ നമ്മളുടെ കോഴ്സ് എങ്ങനെയുണ്ടെന്നതിനെ കുറിച്ചിട്ടോ. എക്സാം 1, 2 കഴിയണം, അപ്പോഴാണ് കേട്ടോ. 1, 2 മൊഡ്യൂള് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എക്സാം ഉണ്ടാകുക. ആർക്കെങ്കിലും എനിത്തിങ് ഗുഡ് ഓർ ബാഡ്, എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. അങ്ങനെ ഒന്നുമില്ലാന്ന് വെച്ചാൽ ഐ തിങ്ക് ഓൾ ദ ക്ലാസ്സസ് ആർ പെർഫെക്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റ് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സുകളുമായിട്ടോ സ്റ്റുഡൻസുമായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയാവുന്നതാണ്. അതല്ലെങ്കിൽ ഓക്കെ, എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ് എന്ന് നമ്മൾ വിചാരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ? ആരുമില്ല പറയാൻ പറ്റിയ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കുറിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ ആർക്കുമില്ല പറയാൻ. സോ ഞാനതൊന്ന് അന്വേഷിക്കാൻ. റേഞ്ച് ഇഷ്യൂസ് അല്ലേ? ഈ റേഞ്ച് ഇഷ്യൂസ് ഇതിപ്പോ ഭയങ്കര കാറ്റും മഴയൊക്കെ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ക്ലാസ്സും കൂടി ഒട്ടും തന്നെ നെറ്റ് കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരാം. ആ നെറ്റ് ഇഷ്യൂസ്, നെറ്റ് ചിലപ്പോൾ കട്ടായി പോകും. അത് ഈ കാറ്റുള്ളതുകൊണ്ടായി. പ്രദേശത്തൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര കാറ്റാണ്. അപ്പൊ നെറ്റ് ഇഷ്യൂ അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് ക്ലാസ് പോലും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു സാറ്റർഡേ ഒക്കെ വെക്കേണ്ടി വന്നു അല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങൾ അത് നമുക്ക് എന്താ പറയാ കൺട്രോളബിൾ അല്ല കുറച്ചൊക്കെ. കാരണം എന്ന് വെച്ചാൽ നെറ്റ് ഇഷ്യൂ ഒരു നെറ്റ്വർക്കിന്റെ മൊത്തം ഇഷ്യൂ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് നമ്മളുടെ പിടിയിലൊതുങ്ങുന്ന ഒരു കൺട്രോളിങ് ഫാക്ടർ അല്ല. പക്ഷെ പരമാവധി നമ്മൾ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സസ് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എക്സ്ട്രാ ക്ലാസ് സാറ്റർഡേസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ നെറ്റ് ഇഷ്യൂ ഇപ്പൊ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ആ എടുക്കുന്ന ഭാഗം നമുക്കിപ്പോ ഏതെങ്കിലും ഭാഗം കറക്റ്റായി പോയി, കാരണം നെറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ടീച്ചർ പറഞ്ഞ് മനസ്സിലായില്ല, കേട്ടില്ല. സോ നിങ്ങൾ ആ റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ കയറുമ്പോൾ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ കയറുമ്പോൾ അതൊന്ന് ചോദിച്ച് കൺഫേം ആക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാം. സോ സീയു, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ സുഖവിവരമൊക്കെ ഒന്ന് തേടാൻ വേണ്ടി വന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിലും മാത്രമല്ല ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്നു, മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞതിലും ഒക്കെ വളരെയധികം താങ്ക്സ് ഉണ്ട്. നിങ്ങളോട് ഒരു പ്രോമിസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നിരുന്നു അല്ലേ? ഒരു പ്രോമിസ് തന്നിരുന്നു, നല്ല ക്ലാസ്സുകളായിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പഠിച്ചിട്ട് മനസ്സിലാകാത്തതോ ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്നും വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് കൊണ്ട് കറക്റ്റ് ആവണമെന്നില്ലല്ലോ, അത് പ്രാക്ടിക്കലി അത് കറക്റ്റ് ആണെന്ന് എനിക്ക് കൂടി അറിയട്ടെ, അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടി അറിയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. സോ സീ യു നെക്സ്റ്റ് ഡേ. ഇനിയും ഇതുപോലെ ഇടയ്ക്ക് ഒരു ദിവസം കാണാം കേട്ടോ. ബൈ. Thank you. Thank you. Thank you very much. മാം ഇപ്പൊ വരും കേട്ടോ. നിങ്ങൾ ആരും ലീവ് ചെയ്യില്ലേ? ഞാൻ എഴുന്നേറ്റ് പോയപ്പോ നിങ്ങൾ ഇനി ക്ലാസ്സിലാന്ന് വിചാരിക്കുമെന്ന് പോകരുത്, ടീച്ചർ വരുന്നുണ്ട്. ഓക്കെ.
നോക്കിയേക്കാം എന്നിട്ട് നമുക്ക് ആയിട്ടാ. ഹലോ, എന്താണ്? ഇല്ല, നാളെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൃഷ്ണപ്രിയ, ഹന്ന, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് നമ്മള് ആക്കി വിജയകുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓക്കെ, നല്ല ഒരു ലബോറട്ടറിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ എന്താണ് ലെവൽസ് ഓഫ് ലബോറട്ടറി, അല്ലെ? എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്? NABL ബേസ് ചെയ്തുകൊണ്ടുള്ള ലബോറട്ടറിയുടെ ക്ലാസിഫിക്കേഷനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എക്യുപ്മെന്റ്, അല്ലെ? എക്യുപ്മെന്റിനെ പറ്റിയിട്ടുള്ള എന്താ പറയാ, ഒരു എക്യുപ്മെന്റ്, ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഒരു ലാബില് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് തൊട്ട് അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള കുറച്ച് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 4 പോയിന്റുകളാണ് വരുന്നത്. 2 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. നമ്മൾ പറഞ്ഞ എന്താണ്? ഓരോ സാമ്പിളുകളും 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കണം, ലേബല് ചെയ്തിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അതുപോലെ ആ ഒരു ലേബലിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ പേര്, ഏജ്, ജെൻഡർ, ID നമ്പർ, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ നമ്മൾ ആ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ടൈം ആൻഡ് ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ അകത്ത് വരുന്നത്. രണ്ടാമത്തത് എന്താണ്? റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ടെസ്റ്റ്, ഒരു റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യേണ്ടത് ആരാണ്? ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറാണ്. ഓക്കെ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറാണ് ഇത് റിക്വസിഷൻ ഫോം ഫിൽ ചെയ്യുന്നത്. അതുപോലെ ഒരു റിക്വസിഷൻ ഫോമിനകത്തും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം, ഏജ് ഉണ്ടായിരിക്കണം, ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ടൈമും ഡേറ്റും ഉണ്ടായിരിക്കണം.
എന്തൊക്കെ ടെസ്റ്റുകളാണ് അതിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തണം. അതോടൊപ്പം നമ്മൾ ആ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാമ്പിളിന്റെ സോഴ്സ് എന്താണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു കൾച്ചർ ആണെങ്കിൽ ഇപ്പൊ യൂറിൻ ആയിരിക്കാം നമ്മൾ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്ലഡ് ആയിരിക്കാം എടുത്തിട്ടുണ്ടാവും. ഏത് സോഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും കൂടെ അവിടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക, ടിഷ്യൂസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പൊ ടിഷ്യൂ ആ സോഴ്സ് അവിടെ രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചൊക്കെ നോക്കിയാ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി കൊടുക്കാണ്. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ആണ് കേട്ടോ. സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ, ഒരു സാമ്പിള് ആക്സെപ്റ്റ് ചെയ്യുന്നതും അതിന്റെ റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഓൾ സ്പെസിമെൻസ് ഷുഡ് ബി ചെക്ക്ഡ് ഓൺ റിസീവിംഗ് ഇൻ ദ ലബോറട്ടറി ഫോർ ഫിറ്റ്നസ് ഫോർ ദ ടെസ്റ്റ്. എന്താണ് പറയുന്നത്? ഓൾ സ്പെസിമെൻസ് that should be checked on receiving in the laboratory for fitness for the test. അതായത് നമ്മുടെ ലാബിനകത്തേക്ക് വരുന്ന ഓരോ സ്പെസിമെൻസ്, എല്ലാ സ്പെസിമെൻസുകളും പരിശോധനാ യോഗ്യമാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. എന്താണ് പറഞ്ഞത്? ഒരു ലാബിനകത്തേക്ക് വരുന്ന എല്ലാ സ്പെസിമെൻസുകളും അത് എന്താണ്, ആ പരിശോധനാ യോഗ്യമാണോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിശോധനാ യോഗ്യമാണോ നമ്മൾ എല്ലാ സ്പെസിമെൻസും ചിലപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ടെസ്റ്റിങ്ങിന് പറ്റണമെന്നില്ല. അതായത് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, കൃത്യമായ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ വേണം നമ്മൾ സ്പെസിമെൻസ് കൊടുക്കാനായിട്ട്. അങ്ങനെ സ്പെസിമെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചിലപ്പോ ടെസ്റ്റിന് വിധേയമാക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്, പരിശോധനാ യോഗ്യമാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്? ദീസ് ചെക്സ് ഷുഡ് ഇൻക്ലൂഡ് സ്യൂട്ടബിൾ കണ്ടെയ്നർ. അതായത് നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നർ സ്യൂട്ടബിൾ ആണോ, അനുയോജ്യമായിട്ടുള്ള കണ്ടെയ്നർ ആണ്. ഇപ്പൊ നമ്മുടെ ലാബിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മളോട് യൂറിനൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ അവരൊരു ബോട്ടിൽ തരും അല്ലെ, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽ. അതാണ് അതിന്റെ സ്യൂട്ടബിൾ കണ്ടെയ്നർ. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുള്ളതല്ല കൊടുക്കുക അല്ലെ, അവര് നമുക്ക് കണ്ടെയ്നർ തരികയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ, അതുപോലെ ക്വാണ്ടിറ്റി ഓർ വോളിയം ഇൻ കേസ് ഓഫ് ബ്ലഡ് ഓർ യൂറിൻ സാമ്പിൾ. നമ്മളിപ്പോ ഒരു ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ, കൃത്യമായിട്ടുള്ള വോളിയം ഉണ്ടോ എന്നുള്ളത് നോക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓഫ് സാമ്പിൾ, സാമ്പിളിന്റെ ക്വാളിറ്റി. അതായത് ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ അത് ശരിയായ ക്വാളിറ്റിയിലാണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ പരിശോധനയ്ക്ക് അത് ഓക്കെ ആണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഇനി ലീക്കേജ്, ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വളരെ പ്രോപ്പർ ആയിട്ട് വേണം നമ്മുടെ സ്പെസിമെൻസുകൾ എവിടെ കൊടുക്കാനായിട്ട്, ലാബിൽ കൊടുക്കാനായിട്ട്. അങ്ങനെ ലാബിലോട്ട് വരുന്ന എല്ലാ സ്പെസിമെൻസുകളും പരിശോധനാ യോഗ്യമാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ കൃത്യമായ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ സ്യൂട്ടബിൾ കണ്ടെയ്നറിലാണോ സ്പെസിമെൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ ആക്സെപ്റ്റൻസ് റിജക്ഷൻ. ബ്രാക്കറ്റില് വിത്ത് റീസൺസ് ആൻഡ് ആക്ഷൻസ് സ്പെസിഫൈഡ്. അതായത് നമ്മൾ ഈ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതിന്റെ എല്ലാ റെക്കോർഡുകളും, ആക്സെപ്റ്റൻസ് അത് സ്വീകരിക്കുന്ന എല്ലാ സ്പെസിമെൻസുകളിലും, അതുപോലെ നമ്മൾ റിജക്ഷൻസ് വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന സ്പെസിമെൻസ് ഈ പറയുന്ന സ്യൂട്ടബിൾ കണ്ടെയ്നറിലല്ല, അല്ലെങ്കിൽ കൃത്യമായ ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും, വീണ്ടും കളക്ട് ചെയ്യാനായിട്ട് അവര് ആവശ്യപ്പെടും അല്ലെ. അങ്ങനെ റിജക്ഷൻസ് സംഭവിക്കാം. അപ്പൊ ആക്സെപ്റ്റൻസ് ആയിക്കഴിഞ്ഞാലും റിജക്ഷൻ ആയിക്കഴിഞ്ഞാലും അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ എവിടെ സൂക്ഷിച്ചിരിക്കണം, ലാബിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ വിത്ത് റീസൺസ് ആൻഡ് ആക്ഷൻസ് സ്പെസിഫൈഡ്. റിജക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് റിജക്ട് ചെയ്തു, എന്ത് കാരണം കൊണ്ടാണ് അതിനൊരു റിജക്ഷൻ പറഞ്ഞത്, ആ കാര്യം കൂടെ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, of all the samples received in the laboratory as per the criteria defined. അതെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ, ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്സെപ്റ്റൻസിന്റെ ആയിക്കോട്ടെ റിജക്ഷൻസിന്റെ ആയിക്കോട്ടെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ഇഫ് ലബോറട്ടറി റിജക്ട്സ് എനി സാമ്പിൾ, okay, it should be informed the patient or doctor
and need for recollection. ഇപ്പൊ ഏതെങ്കിലും സാമ്പിളുകൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് റിജക്ട് ചെയ്തു എന്നുള്ള കാരണം കൃത്യമായിട്ട് പേഷ്യന്റിനെയും അത് ചികിത്സിക്കുന്ന ഡോക്ടറിനെയും അറിയിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ റീകളക്ഷന്റെ കാര്യം അവരോട് പറഞ്ഞിരിക്കണം. എന്തുകൊണ്ട് അത് റിജക്ട് ചെയ്ത് ചിലപ്പോൾ വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവില്ല, ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു സ്യൂട്ടബിൾ കണ്ടെയ്നറിലായിരിക്കില്ല സ്പെസിമെൻ വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ റിജക്ഷൻ വരാം. റിജക്ഷൻ ഉണ്ടെങ്കിൽ ആ വിവരം കൃത്യമായിട്ട് പേഷ്യന്റിനെയും ഡോക്ടറിനെയും അറിയിക്കുകയും വേണം. റീകളക്ഷന്റെ ആവശ്യകത വരെ അറിയിച്ചിരിക്കണം. ഓക്കെ, ഇത്രയാണ് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർഡർ റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? നെക്സ്റ്റ് വരുന്നത് ലബോറട്ടറി റെക്കോർഡാണ് കേട്ടോ. ലബോറട്ടറി റെക്കോർഡ് എന്താണ്? ലബോറട്ടറി റെക്കോർഡിനകത്ത് പറയുന്നത് all the released laboratory reports should be stored as per the national or regulator needs. അതായത് നമ്മൾ ഒരു ലാബിൽ നിന്നും റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും ഈ പറയുന്ന നാഷണൽ റെഗുലേറ്ററി നീഡ്സ് അനുസരിച്ച് എല്ലാ റിപ്പോർട്ടുകളും നമ്മളിവിടെ സ്റ്റോർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ലബോറട്ടറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു കോപ്പി നിർബന്ധമായിട്ടും നാഷണൽ റെഗുലേഷൻസ് പ്രകാരം എന്ത് ചെയ്തിരിക്കണം? ലാബിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ ദ റെക്കോർഡ്സ് ക്യാൻ ബി കെപ്റ്റ് SFC. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സ്റ്റോർ ചെയ്ത് വെക്കണം, കീപ്പ് ചെയ്ത് വെക്കണം. കാര്യം എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിട്ട് അല്ല കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൂഫിനോ എവിഡൻസിനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് ലാബിന്റെ റിപ്പോർട്ടുകൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഇനി എങ്ങനെ അത് സൂക്ഷിക്കണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാം, അതാണ് അടുത്ത 2 പോയിന്റുകളായിട്ട് പറയുന്നത്. ഇതാണ് the records can be kept as a physical copies, as instrument printouts, practical photocopies, or electronically LIS or HIS. എന്താണ് അവിടെ പറയുന്നത്? റെക്കോർഡ്സുകൾ നമുക്ക് 2 തരത്തിൽ എന്ത് ചെയ്യാം? കെപ്റ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആസ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്. ഫിസിക്കൽ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിന്റ് ഔട്ടുകളായിട്ട് സൂക്ഷിച്ചു വെക്കാം അല്ലെ. പ്രിന്റ് ഔട്ട് നമുക്ക് സാധാരണ നമ്മൾ ലാബിലൊക്കെ പുറത്ത് ലാബിലൊക്കെ പോയി ചെയ്ത് നമുക്ക് പ്രിന്റ് ഔട്ട് ആയിട്ടല്ലേ റിസൾട്ട് തരാം. ചിലത് നമുക്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് പ്രിന്റ് ഔട്ടുകളായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇലക്ട്രോണിക്കലി എന്ന് പറയുമ്പോൾ സിസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതാണ് ഏറ്റവും സൗകര്യം. ഇന്നിപ്പോ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. LIS ഓർ HIS. അതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. LIS എന്ന് പറഞ്ഞാൽ എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എഴുതി വെക്കാം കേട്ടോ. LISന്റെ ഫുൾ ഫോം എന്താണ്? അതുപോലെ HIS കേട്ടോ. HIS എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നോട്ട് ചെയ്ത് വെച്ചോ? അറിയാവുന്നവരെ എഴുതണ്ട കേട്ടോ, അറിയാത്തവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, HIS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോ എന്താണ് LIS എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് അല്ലെ, ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. അതായത് നമ്മുടെ ലാബ് സംബന്ധമായിട്ടുള്ള പ്രോസസ്സ്, ഒരു പേഷ്യന്റിന്റെ ലാബ് സംബന്ധമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും മറ്റു പ്രോസസ്സുകളൊക്കെ മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനം. അതാണ് ഇത് LIS എന്ന് പറയുന്നത്. ഓക്കെ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് പറയുക. ഓക്കെ, അതൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. എന്നിട്ട് എന്താണ്? ഒരു പേഷ്യന്റിന്റെ ലാബ് സംബന്ധമായിട്ടുള്ള ലാബ് ടെസ്റ്റുകള് അല്ലെങ്കിൽ ലാബിൽ നടക്കുന്ന പ്രോസസ്സുകള് അതുമായിട്ട് ആ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലാബ് ടെസ്റ്റുകളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIS എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ HIS എന്ന് പറഞ്ഞപ്പോ ലബോറട്ടറിയുടെ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIS എന്ന് പറയുന്നത്. HIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പേഷ്യന്റിന്റെ പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹോസ്പിറ്റൽ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സംവിധാനം. വെച്ചാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് കേട്ടോ. എന്നുവെച്ചാൽ പേഷ്യന്റിന്റെ കെയർ, അവരുടെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഷെഡ്യൂളിങ്, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ, അവരുടെ ബില്ലിങ്, ഇൻഷുറൻസ്, അങ്ങനെ ഒരു രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം.
LIS ലബോറട്ടറി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനം. അപ്പൊ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന റെക്കോർഡുകള് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് LISന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് പറയുന്നത്, യൂസ് എന്താണെന്ന്. യൂസ് ഓഫ് LIS അഥവാ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം that enables a laboratory to track the specimens from receipt, processing, ടെസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ്. നേരത്തെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് ലാബ് സംബന്ധമായ ഒരു പേഷ്യന്റിന്റെ ലാബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും പ്രോസസ് ചെയ്യാനും ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് ഇൻപുട്ട് ചെയ്യാനും അതുപോലെ റിപ്പോർട്ടിങ്ങിനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഈ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് അതൊക്കെ നമുക്ക് ഇന്നിപ്പോ എല്ലാം എന്താണ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ആ ഒരു എന്താ പറയാ ലാബിലെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. മാനുവലി ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ലാബ് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഇത്രയാണ് അതിനകത്ത് വരുന്ന പോളിസികളും പ്രൊസീജിയറും. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സാമ്പിള് ലാബലിംഗ് ആണ് അല്ലെ. ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. അവിടെ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. 2 വ്യത്യസ്ത എന്താ പറയുക ഐഡന്റിഫൈസ് വെച്ച് ലാബൽ ചെയ്യാം, ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. റിക്വസിഷൻ ഫോം ഫിൽ ചെയ്യുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കറാണ്. അത് മനസ്സിലാക്കി വെക്കാം. റിക്വസിഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ സാമ്പിൾ ആക്സെപ്റ്റൻസോ റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ലബോറട്ടറി റെക്കോർഡുകൾ നിർബന്ധമായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യണം. 2 രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ പ്രിന്റ് ഔട്ട് ഫോട്ടോ കോപ്പീസ് ആയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് LIS സംവിധാനത്തിലൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാം. LISന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായല്ലോ. എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ലബോറട്ടറി? നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ ലബോറട്ടറി റെക്കോർഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോവിങ്. ഓക്കെ, ഒരു ലബോറട്ടറി റെക്കോർഡ്സുകളിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ലാബ് റെക്കോർഡ്സ് ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇത് എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ഏതൊക്കെയാണെന്ന് റിക്വസ്റ്റ് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റിക്വസിഷൻ ഫോമുകൾ ഉണ്ടാവും അല്ലെ. ഓക്കെ, റിക്വസ്റ്റ് ഫോമുകൾ ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ അവരെ റെഫർ ചെയ്ത് വിടുന്നതാവാം. അങ്ങനെയൊക്കെയുള്ള റിക്വസ്റ്റ് ഫോമുകൾ ആ ഒരു റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട് അല്ലെ. എല്ലാ റിപ്പോർട്ടുകളുടെയും റിസൾട്ടുകൾ അതിന്റെ കോപ്പികളൊക്കെ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പറയുന്ന കോപ്പികളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുമായിരിക്കും. അതുപോലെ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്. കാര്യം ലബോറട്ടറി റെക്കോർഡ്സുകൾ നമുക്ക് 2 രീതിയിൽ ഈ പറയുന്ന റിസൾട്ടുകളൊക്കെ നമുക്ക് കെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രിന്റ് ഔട്ടുകൾ, ഓക്കെ, പ്രിന്റ് ഔട്ട് ഫോട്ടോ കോപ്പീസുകള്. പിന്നെ ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്സ്. ലബോറട്ടറിയിലെ കാര്യങ്ങള് പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനും ഉള്ള വർക്ക് ബുക്കുകൾ വർക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കണം. ലബോറട്ടറി രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കണം. ലബോറട്ടറി രജിസ്റ്റർ തമ്മിൽ ഒറ്റ രജിസ്റ്റർ അല്ലാണ്ട് അതിനകത്ത് ഒരുപാട് രജിസ്റ്ററുകൾ വരും. അതായത് ഇപ്പം എന്താ പറയാ സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കും, മെയിൻ്റനൻസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും, കൺസ്യൂമബിൾ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, യൂട്ടിലൈസേഷൻ രജിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് കേട്ടോ. ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ രജിസ്റ്റർ ആണെന്ന് വിചാരിക്കരുത്. ആ ലാബ് സംബന്ധമായിട്ട് സ്റ്റോക്ക് രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും, മെയിൻ്റനൻസ് രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും, എക്യുപ്മെന്റ്സിന്റെ ഒക്കെ യൂട്ടിലൈസേഷൻ രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം എല്ലാതും അടങ്ങുന്നതാണ് ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കൃത്യത സ്ഥിരീകരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓരോ എക്യുപ്മെന്റുകളും നമ്മൾ കൃത്യമായിട്ട് അവരുടെ മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എന്ത് ചെയ്തിരിക്കണം, കാലിബ്രേഷൻ നടത്തിയിരിക്കണം. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കാലിബ്രേഷൻ റെക്കോർഡ്സുകളും കാൽക്കുലേഷൻ ഫാക്ടേഴ്സുകളും ഉണ്ടായിരിക്കും. പിന്നെ QC റെക്കോർഡ്. QC എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ എന്നാണ് കേട്ടോ. QC ദാറ്റ് മീൻസ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ടെസ്റ്റിന്റെ റിസൾട്ടുകളുടെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓക്കെ, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന QC റെക്കോർഡ്സ്, ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ്.
പിന്നെ ഇൻസിഡന്റ് ബുക്ക് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. ഇൻസിഡന്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലാബ് ആക്സിഡൻസുകളോ മറ്റെന്തെങ്കിലും ഇൻസിഡൻസുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്താനുള്ള ഇൻസിഡന്റ് ബുക്കും അതുപോലെ കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. അങ്ങനൊരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് പ്രിവെന്റീവ് ആക്ഷൻസ് ആണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് സ്റ്റോക്ക് കാർഡ്, അതുപോലെ സപ്ലൈ കാർഡ്സ്. സ്റ്റോക്ക് കാർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലബോറട്ടറിയിലെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്യുപ്മെന്റ്സുകൾ അല്ലെ, മറ്റുള്ള എന്താ പറയുക ഗ്ലാസ് വേസ് അങ്ങനെയൊക്കെ ഉള്ളതാണ്, ലാബ് എക്യുപ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരം സപ്ലൈസും മറ്റും ഒക്കെ വാങ്ങുന്നതിന്റെ സ്റ്റോക്ക് കാർഡുകള്, സപ്ലൈ റെക്കോർഡുകൾ ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ പേഴ്സണൽ റെക്കോർഡ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ അർത്ഥം. സ്റ്റാഫ് ആണ്. പേഴ്സണൽ റെക്കോർഡ്സ് ആണ്, അതായത് ലാബിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ സംബന്ധിക്കുന്ന റെക്കോർഡുകളാണ്. എന്തൊക്കെയാണ് അതിനകത്ത് വരിക? സ്റ്റാഫ് ട്രെയിനിങ്, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് റെക്കോർഡുകൾ, ട്രെയിനിങ്ങുകളും കാര്യങ്ങളും. കോമ്പിറ്റൻസി റെക്കോർഡ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓരോ സ്റ്റാഫുകളും എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അവരുടെ സ്റ്റാഫ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ പെർഫോമൻസ് റെക്കോർഡ്, ഈവൻ അവരുടെ ഹെൽത്ത് റെക്കോർഡ്സുകൾ വരെ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ കംപ്ലൈന്റ്സ് ആൻഡ് റെസൊല്യൂഷൻ. അതായത് ലാബ് സംബന്ധമായിട്ട് വരുന്ന പരാതികള്, അതിന് എന്തൊക്കെ റെസൊല്യൂഷൻസ്, പരിഹാരങ്ങൾ എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങള് അതൊക്കെ രേഖപ്പെടുത്തുന്ന എന്താ പറയാ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും സ്റ്റോക്ക് ആണ്, അസറ്റ് ആണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി മീൻസ് ഒരു ലബോറട്ടറിയുടെ ഇൻവെന്ററി അഥവാ സ്റ്റോക്ക്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ അല്ലെ. എക്യുപ്മെന്റ്സ് മാത്രമല്ല, ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ അവരുടെ ആസ്തിയാണ്, അസറ്റ് ആണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ലാബിലെ എക്യുപ്മെന്റ്സുകൾ, ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളും മറ്റുമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകള്. സേഫ്റ്റി മാനുവൽ അല്ലെ, അതായത് സുരക്ഷാ മാനുവലുകൾ ഉണ്ടായിരിക്കും. ഓരോ ആ ലാബില് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളും അതുപോലെ ഓരോ എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന സേഫ്റ്റി മാനുവല്. ദാറ്റ് മീൻസ് ആ ഒരു ലാബിലുള്ള റവന്യൂ അല്ലെ, ലാബിലുള്ള വരുമാനം, റവന്യൂ, എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ബഡ്ജറ്റുകള്. പിന്നെ SOPs, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. അന്ന് പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. കാര്യം മനസ്സിലായോ? അതായത് ഓരോ എക്യുപ്മെന്റുകളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം, ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള കുറെ ഗൈഡ് ലൈൻസ് ഈ ഒരു ഫോമിലാണ്, SOP ഫോമിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ യൂസർ മാനുവൽ ഉണ്ടാവില്ലേ? എന്നതുപോലെ ലാബിനകത്ത് അവിടെ ഓരോ എക്യുപ്മെന്റ്സ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആളുകൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്റ്റെപ്പ് വൈസ് ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ്, അതിനെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വർക്ക് ലോഡ് ആൻഡ് സർവെയിലൻസ് റിപ്പോർട്ട് ആണ്. വർക്ക് ലോഡ് ആൻഡ് സർവെയിലൻസ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. വർക്ക് ലോഡ് അതായത് ലാബിൽ എത്രത്തോളം ഒരു ഡെയിലി സ്പെസിമെൻസ് ഒക്കെ വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവല്ലോ. അപ്പൊ അത്തരത്തിലുള്ള വർക്ക് ലോഡ് ആൻഡ് സർവെയിലൻസ് റിപ്പോർട്ട്, നിരീക്ഷണ റിപ്പോർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു ലാബിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളുടെ മറ്റും റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഇത്രയും അടങ്ങുന്നതാണ് എന്ത് ഒരു ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ലബോറട്ടറി റെക്കോർഡിൽ ജസ്റ്റ് ഇതൊക്കെ ഉണ്ടാവും. റിക്വസ്റ്റ് ഫോം, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്, അതുപോലെ ലാബ് വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. SOPs കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അച്ഛന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുണ്ടാവില്ല അല്ലെ. SOP എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ. അതെന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് അതായത് ഒരു ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഉണ്ടല്ലോ, അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങള് രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് SOP കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ അത് പ്രവർത്തിക്കണമെന്ന് ആളുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒന്നാണ് കേട്ടോ. അത് SOP ഫോമിൽ നമ്മള് ലാബിലെ എക്യുപ്മെന്റ്സുകളുടെ എല്ലാം SOP ഫോമിൽ നമ്മളവിടെ രേഖപ്പെടുത്തും. കാര്യം അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണമല്ലോ. ഇന്നിപ്പോ സ്ഥിരമായ ആളുകളാവില്ല, വേറൊരു പുതിയൊരാൾ വരുമ്പോഴും ആ എക്യുപ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതിന്റെ ഫുൾ ഫോം പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. SOPയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ്.
ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്തെങ്കിലും മനസ്സിലാവാതെയുണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് കേട്ടോ. ലബോറട്ടറിയിലെ സേഫ്റ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല, വായിക്കാൻ നമുക്ക്. പേഴ്സണൽസ് who are working in laboratories may be subjected to the risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. അറിയാലോ, ഒരു ലാബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അവിടുത്തെ ജോലിക്കാർക്ക്. കാര്യം പല പല കെമിക്കൽസ് കൊണ്ടുവരുന്ന സാമ്പിളുകളെല്ലാം തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാമ്പിളുകളും മറ്റുമായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ആയിട്ടാണ് അവര് ഡീൽ ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ള പല റിസ്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഗ്യാസ് ലീക്കേജ്, ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സുകളാണ് കേട്ടോ. അപ്പം അവിടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ the environment is also at risk of being contaminated by dangerous materials used and waste generated in the laboratory. അതായത് ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാഫുകൾക്ക് അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നതുപോലെ ഒരു ലബോറട്ടറിയുടെ എൻവിയോൺമെന്റിനും അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം എന്താണ്? ആ ഒരു എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കണ്ടാമിനേറ്റഡ് ആയിരിക്കും അല്ലെ, ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം സ്പെസിമെൻസിൽ ഒക്കെയുള്ള മൈക്രോ ഓർഗാനിസംസ്, പാത്തോജൻസ്, ഇതൊക്കെ എന്തുണ്ട് ആ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട് അല്ലെ. സോ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അതുപോലെ ലാബിൽ നിന്നും വരുന്ന വേസ്റ്റുകള്, ഇതൊക്കെ മൂലം ആ എൻവിയോൺമെന്റും അത്യാവശ്യം എന്തായിരിക്കും? റിസ്കി ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് സ്റ്റാഫുകളുടെയും സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്, എൻവിയോൺമെന്റിന്റെയും സേഫ്റ്റി അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക നോക്കുക. പോളിസീസ് ഷുഡ് ഡിഫൈൻ ദ യൂസ് ഓഫ് ഷാർപ്സ്, ഡിസ്പോസൽ ഓഫ് ബയോ വേസ്റ്റ്, reagents, sharps and other waste evolved in the laboratory according to the local and national regulations. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഷാർപ്പ് ഒബ്ജക്റ്റുകൾ ആയിക്കോട്ടെ, വേസ്റ്റുകൾ വരും അല്ലെ, ധാരാളം ബയോ വേസ്റ്റുകൾ വരും. അതിന്റെ വേസ്റ്റുകളുടെ ഡിസ്പോസലിനാണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന റിയേജൻസുകള്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മുടെ ലോക്കൽ നാഷണൽ റെഗുലേഷൻസ് പ്രകാരം കൃത്യമായിട്ടുള്ള പോളിസികൾ എവിടെ ഉണ്ടായിരിക്കണം? ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം അല്ലേ. കൃത്യമായിട്ട് പോളിസി വേണം. നമുക്കറിയാം, ഒരു പ്രാദേശികമായിട്ടായാലും നാഷണൽ ആയിട്ടായാലും ഒരു ലാബ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനും ഷാർപ്പ് ഒബ്ജക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് മറ്റുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒരു ലാബിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് അവിടെ ചെയ്തിരിക്കണം. അപ്പൊ ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ. അതാണ് നമുക്ക് ഒന്നാമത്തെ ഒരു സേഫ്റ്റിയുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ. ഒരു പോളിസി ഉണ്ടാവണം, ആ പോളിസി പ്രൊസീജിയേഴ്സ് എന്താണ് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് കൂടാണ്ട് ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ പേഴ്സണൽ ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അത് കൂടാതെ ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ പേഴ്സണൽ ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളെ പറ്റിയിട്ട് എന്ത് കൊടുത്തിരിക്കണം? പരിശീലനങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, കാരണം അവിടെ പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ പേഴ്സണൽ ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അതായത് അവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും പേഴ്സണൽസിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കൊടുത്തിരിക്കണം. പിന്നെ എന്താണ്? സേഫ്റ്റി ഇൻ ലബോറട്ടറി therefore includes പ്രൊട്ടക്ഷൻ ഓഫ് both the personal and the environment from the dangerous material. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അവിടുത്തെ വ്യക്തികൾക്കാണെങ്കിലും എൻവിയോൺമെന്റിനാണെങ്കിലും അവിടുത്തെ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മുൻകരുതലുകളും പോളിസികളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. വേറൊന്നുമില്ല അതിനകത്ത് കേട്ടോ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ആണ് കേട്ടോ. എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സുകളാണ് നമ്മളൊരു ലാബിനകത്ത് എടുക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കുക, ഓൾ ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ഹാവ് എ നോളജ് ഓഫ് ദ ലബോറട്ടറി സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് അറ്റ് ഓൾ ടൈംസ് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ലബോറട്ടറി സ്റ്റാഫുകൾക്കും ആ ലബോറട്ടറിയിലെ സേഫ്റ്റി പോളിസികളെ പറ്റിയിട്ടും പ്രൊസീജിയറുകളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനനുസരിച്ചുകൊണ്ട് അവര് പ്രവർത്തിക്കുകയും വേണം അല്ലെ. അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഓക്കെ, സേഫ്റ്റിയുടെ ഭാഗം ക്ലിയർ ആയല്ലോ. ഓൾ ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ഹാവ് എ നോളജ് ഓഫ് ദ ലബോറട്ടറി സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് അറ്റ് ഓൾ ടൈംസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. അതുപോലെ ആ ലാബിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാവിധ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അത് എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, റിയേജൻസ് ആയിക്കോട്ടെ, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ആയിക്കോട്ടെ, നമുക്ക് എന്താ പറയാ, നമ്മള് എന്താ പറയാ, വളരെ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയില്ലേ, വളരെ പ്രിക്കോഷനോട് കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാബിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് എവിടെ ഉണ്ടായിരിക്കണം? ലാബിനകത്ത് ഉണ്ടായിരിക്കണം, പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം, ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് എ സ്റ്റാൻഡ് എലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. അതുകൂടാണ്ട് ഐ വാഷ് ഫെസിലിറ്റി എവിടെ ഉണ്ടായിരിക്കണം? ഐ വാഷ് ഫെസിലിറ്റി ദാറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ആസ് എ സ്റ്റാൻഡ് എലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. സ്റ്റാൻഡ് എലോൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രയോഗമാണ്, സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിലേക്ക് തെറിക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് തെറിക്കോ ദേഹത്താകത്ത് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം, ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ ബയോ ഹസാർഡ് സിംബൽ ഷുഡ് ബി യൂസ്ഡ് ഓൺ ഓൾ കണ്ടെയ്നർ ഓർ എക്യുപ്മെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ. അതായത് ഈ ബയോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ, ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ബ്ലഡ് അല്ലെങ്കിൽ യൂറിന്, ഇങ്ങനെയുള്ള സ്പിരിറ്റം അല്ലെ, സ്റ്റൂള്, ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ബയോ ഹസാർഡസ് ആണ്. കാരണം അതിനകത്തൊക്കെ എന്തുണ്ട്? ഇൻഫെക്ടിയസ് ആയിട്ടുള്ള ഏജൻസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബയോ ഹസാർഡ്സ് മെറ്റീരിയൽസുകൾ അടങ്ങുന്ന എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ, കണ്ടെയ്നേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്രത്യേകം കണ്ടെയ്നറിലായിട്ട് ഷാർപ്പ് ഒബ്ജക്റ്റുകൾക്ക് പ്രത്യേകം കണ്ടെയ്നർ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾക്ക് ഈ പറയുന്ന നമ്മള് ടെസ്റ്റിംഗ് കോട്ടനും മറ്റുള്ളാനായിട്ട് അതിന് പ്രത്യേകം കണ്ടെയ്നേഴ്സ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ബയോ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ പ്രത്യേകം കണ്ടെയ്നർ ഉണ്ടായിരിക്കും. അപ്പൊ ഈ എല്ലാ കണ്ടെയ്നേഴ്സിലും നമ്മൾ ബയോ ഹസാർഡ് സിഗ്നൽ ലേബൽ ചെയ്തിരിക്കണം. കാര്യം അത് നമ്മൾ ആ ഒരു രീതിയിൽ വേണം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ അത് തിരിച്ചറിയാൻ ബയോ ഹസാർഡ് സിഗ്നലുകൾ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിംഗ് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ് ലൈക്ക് ലാർജ് സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ് എക്സെട്ര. അതായത് ഓരോ ലബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകൾക്കും അവർക്കിപ്പോ പെട്ടെന്ന് ഒരു എമർജൻസി വരികയാണ്, അപ്പോ തീപിടുത്തം ഉണ്ടായി, അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യാൻ, ഇപ്പൊ ഒരു ഫയർ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും, ഇനിയിപ്പോ ഇതിന്റെ മാത്രമല്ല അല്ലാതെ പ്രശ്നങ്ങൾ വരാം, സ്പില്ലേജ് ഒക്കെ വരാം അല്ലെ, ഗ്യാസ് ലീക്കേജ് വരാം അല്ലെ, വാതക ചോർച്ചകളോ മറ്റെന്തെങ്കിലും സ്പില്ലേജുകളോ, അതായത് വേസ്റ്റുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ വരുന്ന അത്തരത്തിലുള്ള നോൺ ഫയർ എമർജൻസി കേസുകളും ഫയർ എമർജൻസി കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ട പരിശീലനങ്ങൾ ആർക്ക് കൊടുത്തിരിക്കണം? ലബോറട്ടറിയിലെ സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് ആംപിൾ ഫയർ എക്സ്റ്റിംഗ്വിഷ് ഷുഡ് ബി ക്വിക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ഒരു ലബോറട്ടറിയിൽ അത്യാവശ്യം വേണ്ട അഗ്നിശമന ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. നിരക്ക് തീപിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആംപിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് ഓർ ഇഞ്ചുറീസ് റെക്കോർഡ് ഓഫ് ലബോറട്ടറി പേഴ്സണൽ should be kept and intimated to the designated authority. അതുപോലെ ഈ ലബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ലാബ് ആക്സിഡൻസ് സംഭവിച്ചു അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായി, അവിടെ എന്തെങ്കിലും ഗ്ലാസ് വെസൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വല്ല ഇഞ്ചുറി വരിക അങ്ങനെയൊക്കെ സംഭവിക്കാറ്. അപ്പൊ ആ രീതിയിലുള്ള ഇൻസിഡൻസും ഇഞ്ചുറീസും ഒക്കെ ഉള്ള അതായത് ലബോറട്ടറി പേഴ്സണലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്സിഡന്റ്, ഇൻസിഡന്റ്, ഇഞ്ചുറി റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അത് കൃത്യമായിട്ട് എന്താണ് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിനെ അറിയിക്കുകയും വേണം. ഓക്കെ, ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതായത് അധികാരപ്പെട്ട വ്യക്തിയെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡു നോട്ട് ച്യൂ ഗം, ഡ്രിങ്ക്, സ്മോക്ക് ഓർ ഈറ്റ് വൈൽ വർക്കിംഗ് ഇൻ ദ ലാബ്. അതുപോലെ നമ്മളൊരു ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ വലിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല.
ലബോറട്ടറി ഗ്ലാസ്വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് എ ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നർ. അതുപോലെ നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയറുകളൊന്നും ഒരിക്കലും നമ്മൾ മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ബിവറേജസ് പർപ്പസിനൊന്നും വേണ്ടിയിട്ട് ഒരു കാരണവശാലും ലബോറട്ടറിയിലെ ഗ്ലാസ് വെയർസ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. പിന്നെന്താണ്, ഓൾവേസ് പുട്ട് ഓൺ സ്യൂട്ടബിൾ ക്ലോത്തിങ്, കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സ് ഓർ ആപ്രൺസ് ആർ സജസ്റ്റഡ്. അതുപോലെ നമ്മൾ ലാബിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ടുകൾ, ആപ്രണുകളൊക്കെ ധരിക്കുന്നു അല്ലെ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, അടുത്ത ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടുകളും ആപ്രൺസുകളും ഒക്കെ ധരിച്ചിരിക്കണം. പിന്നെ വരുന്നത് ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ചസ് ആൻഡ് അതർ ഷാംസ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അതായത് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന നീഡിലുകള്, സിറിഞ്ചുകള്, മറ്റുള്ള ഷാർപ്പ് ഒബ്ജക്റ്റുകളൊക്കെ ഏറ്റവും കെയറോട് കൂടിയിട്ട്, അറ്റ്മോസ്റ്റ് കെയർ എന്ന് വെച്ചാൽ ഏറ്റവും കെയറോട് കൂടിയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഹാൻഡില് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെന്താണ്, കംപ്രസർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സെക്യൂർഡ് ടു പ്രിവെന്റ് ദം ഫ്രം ബീങ് നോക്ക്ഡ് ഓവർ. ഈ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലാബിനടുത്ത് അത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സെക്യൂർഡ് ആയിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. കാര്യം വേറെ എക്സ്പ്ലോഷൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ അടുത്തൊന്നും ഒരു കാരണവശാലും ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നും കൊണ്ടുവയ്ക്കരുത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം, അത് സെക്യൂർ ആയിട്ട് വേണം കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത്, ഇൻ ദ കെയർ ഓഫ് എ കെമിക്കൽ സ്പ്ലാഷിംഗ് ഇൻ ടു യുവർ ഐസ് ഓർ യുവർ ഓൺ your skin, immediately flush the affected area with running water for at least 20 minutes or 20 minutes. That means eye wash facility. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി, സെപ്പറേറ്റ് ഫെസിലിറ്റി ആയിട്ട് ഉണ്ടാവണമെന്നുണ്ട്. അത് നമ്മൾ ഇത്തരം കെമിക്കൽ റിയേജൻസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പൊ സ്പ്ലാഷ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ തീർക്കുകയാണെങ്കിൽ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം അല്ലെ. അതായത് പറയുന്ന ഒരു 20 minutes റണ്ണിങ് വാട്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യണം. അതിനുള്ള സ്റ്റാൻഡ് അലോൺ സെപ്പറേറ്റ് ഫെസിലിറ്റി എവിടെ ഉണ്ടായിരിക്കണം, നമ്മൾ ഈ പറയുന്ന ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഒരു ലാബിനകത്ത് നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? ശരി, ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെയോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ പിക്ചർ എങ്ങാനും തന്നിട്ട് ഇതിന്റെ സിംബൽ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഒട്ടുമിക്കതും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. Science and symbols are used in a laboratory to reduce the accidents. In the laboratory, it has been made compulsory to use the signs and symbols in the laboratory. Okay, നോക്കുക കേട്ടോ. ഓരോന്നും ജസ്റ്റ് നോക്കി ഇപ്പൊ തന്നെ മനസ്സിലാക്കി വയ്ക്കുക, അറിയാവുന്നതാണ്. ഡേഞ്ചർ, ഇൻഫ്ലേമബിൾ, അതുപോലെ ഹാർംഫുൾ കേട്ടോ. ഇതിന്റെ കൊറോസീവ് ആണ് കേട്ടോ, കൊറോസീവ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, അതുപോലെ പോയിസൺ, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. ഓക്കെ, പിന്നെ ബയോ ഹസാർഡ് കേട്ടോ, ബയോ ഹസാർഡ്, പിന്നെ റേഡിയേഷൻ ഹസാർഡിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സിംബൽ ബയോ ഹസാർഡിന്റെ. ഓക്കെ, ബയോ ഹസാർഡ്, പിന്നെ റേഡിയേഷൻ ഹസാർഡ്, വിയർ ഗ്ലൗസ്, ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ, നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. പിന്നെ ഇതെന്താണ്, നോ സ്മോക്കിംഗ്. ഇത് കണ്ടിട്ടുണ്ടല്ലോ, നോ സ്മോക്കിംഗ്. ഓക്കെ, ക്ലിയർ ആയോ?
ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ലാബ് മാനേജർ ആണ് കേട്ടോ. ഒരു ലബോറട്ടറി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. What are the responsibility? What responsibilities are common for the lab manager jobs? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. എന്താണ് പറയുന്നത്? ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ഒരു ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാംസുകളുടെയും കൃത്യമായിട്ടുള്ള ഔട്ട്ലൈൻ അല്ലെ, രൂപരേഖ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക, എക്സിക്യൂട്ട് ചെയ്യുക, അതുപോലെ അതിന് മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. ഇതാണ് എന്ത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ലാബിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു അല്ലെ, ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അവർ കൊടുക്കുന്ന സേവനങ്ങളിലെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ ആ ഒരു ക്വാളിറ്റി, ഒരു ലാബിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഔട്ട്ലൈൻ തയ്യാറാക്കി അത് നല്ല രീതിയിൽ നടപ്പിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ലാബ് മാനേജർക്കാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. ആവശ്യമുള്ള സിറ്റുവേഷൻ, ആവശ്യമുള്ള സമയത്ത് നഴ്സിംഗ് മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെ. ഇപ്പൊ ലാബിന് എന്തായാലും ആ ഒരു കണക്ഷൻ അവർക്ക് ഉണ്ടായിരിക്കും. സോ ആവശ്യമുള്ള സമയത്ത് ഒരു പേഷ്യന്റിന് സ്പെസിഫിക് വന്നു, എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ അവരുടെ മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകള് അല്ലെങ്കിൽ നഴ്സസുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഒരു ലാബ് മാനേജർ ആണ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. നമ്മുടെ സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബ് ഏരിയ ആണ് അല്ലെ. ലാബുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പോളിസികളും പ്രൊസീജിയറുകളും എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യുക. നേരത്തെ നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ കണ്ടില്ലേ? അങ്ങനെയുള്ള പോളിസികളും പ്രൊസീജിയറുകളും എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യാം, നടപ്പിലാക്കുക. ഓക്കെ, അടുത്തതോ അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. എന്താണ് അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ് കേട്ടോ. അതുപോലെ നമ്മൾ ആ ഒരു ലാബിനകത്ത് നടക്കുന്ന ലാബിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് അല്ലെ, അവരുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് അസസ് ചെയ്യുക. അതിനാണ് നമ്മൾ പേഴ്സണൽ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞത് അല്ലെ. ഈ റെക്കോർഡുകളിൽ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അവരുടെ പെർഫോമൻസ് ശരിയാണ് അസസ് ചെയ്യുക, വിലയിരുത്തുക, അത് ഒബ്സർവ് ചെയ്യുക. അതുപോലെ അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലാബിന്റെ സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ സൂപ്പർവൈസർമാരൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള ടെക്നിക്കൽ എംപ്ലോയീസ് അവരുടെയൊക്കെ പെർഫോമൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അസസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ട്രാക്ക് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഇതൊക്കെ ആസ് എ ലാബ് മാനേജർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെ പറയുന്നത് എന്താണ്? അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഹൗസ് ട്രെയിനിങ് എന്നൊക്കെ പറയില്ലേ, അതായത് അവർക്ക് ജോലി സംബന്ധമായിട്ട് പരിശീലനങ്ങൾ കൊടുക്കുക. പ്രത്യേകിച്ച് പുതിയ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, നിലവിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അവർക്ക് എല്ലാവർക്കും ഓൺ സൈറ്റ് ട്രെയിനിങ് കൊടുക്കുക കേട്ടോ. അവർക്ക് ജോലി സംബന്ധമായിട്ട് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. അങ്ങനെയുള്ള പരിശീലന പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? കാരണം ഇവർക്ക് വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പരിശീലനങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്ന് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള പരിശീലനങ്ങൾ കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ലാബ് മാനേജർ എന്നുള്ള രീതിയിൽ ഇദ്ദേഹമാണ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതാണ് കേട്ടോ, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. പിന്നെ വരുന്നത് ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. ഇവിടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഒരു ലബോറട്ടറി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പിന്തുണകളും കൊടുക്കാനായിട്ട് എല്ലാ അധിക ചുമതലകളൊക്കെ നിർവഹിക്കേണ്ടത് ലാബ് മാനേജർ ആണ്. വെച്ചാൽ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ
മുന്നോട്ട് പോകണം. അപ്പൊ അതിന് പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അഡീഷണൽ ഡ്യൂട്ടികളും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് വരുന്നത്? ലാബ് മാനേജർക്കാണ്. ഓക്കെ, ദെൻ വരുന്നത് എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. എന്താണ് എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്? അതായത് എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെയും ഉൾപ്പെടുന്ന രീതിയിൽ സേവനങ്ങള് വിപുലമാക്കുക. അത് ഉദ്ദേശിക്കുന്ന വേറെ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഉള്ള പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ലാബ് ടെസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ടാവും. അവർ ഇന്റേണൽ കസ്റ്റമേഴ്സ് ആണ്. അതുകൂടാതെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ട് അല്ലെ, അവർക്കും ചിലപ്പോൾ ലാബ് ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ അവരും അവിടെ വന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ലാബിന്റെ എല്ലാ ഒരു ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ എല്ലാവരും ഉൾപ്പെടുന്ന രീതിയിൽ ഉപഭോക്തൃ സേവനങ്ങളെ വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ലാബിന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ എന്താക്കുക, വിപുലമാക്കുക. അതായത് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാബിന്റെ വിസിബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. Make sure that communication of laboratory data and appropriate result report. അതായത് കൃത്യമായിട്ട് ലബോറട്ടറി ഡാറ്റകൾ പ്രോപ്പർ ആയിട്ടുള്ള ലാബ് ഡാറ്റകൾ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ റിസൾട്ട് റിപ്പോർട്ടിംഗ് ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു ലാബിലേക്ക് സ്പെസിമെൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടും ഡാറ്റകളൊക്കെ പ്രോപ്പർ ആയിട്ട് പേഷ്യൻസിനെയും ഡോക്ടേഴ്സിനെയും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അവർക്ക് കൃത്യമായിട്ടുള്ള സമയത്തിൽ അവരുടെ റിസൾട്ടുകൾ കിട്ടുന്നുണ്ടോ, അവരുമായിട്ടുള്ള അതായത് കസ്റ്റമേഴ്സിന്റെ ലബോറട്ടറി ഡാറ്റയുടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ലബോറട്ടറി റിപ്പോർട്ടിങ്ങുകളൊക്കെ ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തമാണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഇത്രയും മതി. നമുക്കിത് അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് എത്ര പോയിന്റ് നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഡയാലിസിസ് എന്ന് പറയുന്നത്, ഡയാലിസിസ് സർവീസസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. വൺഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതാണ് വിജയകുമാർ പറയുന്നത്? ലാസ്റ്റ് 2 പോയിന്റോ? എന്താണ് നമ്മളിത് ഫുള്ള് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് പറഞ്ഞതിൽ ലാസ്റ്റ് 2 പോയിന്റ് ആണോ? ഡിസ്ചാർജ് അതാണോ? എക്സ്റ്റെൻഡ് ആണോ? അതായത് എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് ഇത്രയേ ഉള്ളൂ. ലാബിന്റെ സേവനങ്ങൾ കുറെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. ലാബിന്റെ സേവനങ്ങൾ കുറെ കൂടെ എന്താണ്, വിപുലമാക്കുക. എന്നുവെച്ചാൽ എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുന്ന രീതിയിൽ ലാബിന്റെ പ്രവർത്തനങ്ങൾ അവരുടെ സേവനങ്ങൾ കുറെ കൂടെ വിപുലമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് അവരുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും മറ്റു ലാബിൽ ചെയ്യുന്നുണ്ട്. ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഇല്ലേ, ഹോസ്പിറ്റലിലോട്ട് പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസ്, അവര് ചിലപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ അവർക്ക് ലാബ് ടെസ്റ്റുകളും മറ്റും ചെയ്യേണ്ടി. അപ്പൊ എല്ലാവരും, അതായത് പേഷ്യൻസിന് മാത്രമല്ല ഔട്ട് പേഷ്യൻസിനെയും കൂടെ എല്ലാവരും ഉൾപ്പെടുന്ന രീതിയിൽ ലാബിന്റെ സേവനങ്ങൾ കുറേ കൂടെ എന്ത് കൊടുക്കുക, വിപുലമാക്കുക. പിന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാല് മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. ലാബിലെ ലബോറട്ടറി ഡാറ്റകൾ, ലാബ് റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പേഷ്യൻസ് ആയിട്ടും അവരുടെ ഡോക്ടേഴ്സ് ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ റിസൾട്ടുകൾ പ്രോപ്പർ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്പെസിമെൻ കളക്ട് ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ടൈമിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം, റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് ലാബ് മാനേജറാണ്. ചില എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ റിസൾട്ട് ടെസ്റ്റ് എടുത്ത് റിസൾട്ട് കൊടുക്കേണ്ട കേസുകളൊക്കെ വന്നാൽ അത് പെട്ടെന്ന് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിലൊക്കെ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് ലാബ് മാനേജറാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? അത്രയും കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത്രയും ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ